അനുരാജ് മനോഹറിന്റെ സംവിധാനത്തിൽ എബിൻ ജോസഫിന്റെ രചനയിൽ ടൊവിനോ തോമസ്, സുരാജ് വെഞ്ഞാറമൂട്, സംവിധായകൻ ചേരൻ അണിനിരക്കുന്ന ഇന്ത്യൻ സിനിമാ കമ്പനിയുടെ ബാനറിൽ ടിപ്പു ഷാനും ഷിയാസ് ഹസനും നിർമ്മിച്ച് ലോകമെമ്പാടും 23 മെയ് 2025 റിലീസായ നരിവേട്ട എന്ന ചിത്രത്തിന്റെ കുറച്ച് വിശേഷങ്ങൾ പങ്കുവെക്കാൻ നമ്മളോടൊപ്പം ചേരുന്നു ദ യങ് ഡാഷിംഗ് ഹാൻസം ടാലന്റഡ് ടൊവിനോ തോമസ്. ഹായ് ടൊവിനോ, വെൽക്കം ടു മധുരഗീതം. അപ്പൊ എന്റെ മനസ്സിൽ ആദ്യം വന്ന ചോദ്യം, ഇതിനു മുമ്പും ടൊവിനോ വേറെ പോലീസ് കഥാപാത്രങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നരിവേട്ട എന്നുള്ള സബ്ജക്ട് വന്നപ്പോ വൈ ഡിഡ് യു ചൂസ് ടു സേ യെസ്? എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെയൊക്കെ കാലശേഷവും നിലനിൽക്കാൻ പോകുന്ന സിനിമകളാണ്. അതുകൊണ്ട് തന്നെ അത്രയും നമ്മള് സിനിമയ്ക്ക് ഞാനൊരു തിയേറ്ററിക്കൽ റൺ അല്ലെങ്കിൽ കളക്ഷൻ, ബോക്സ് ഓഫീസ് അങ്ങനെയുള്ള കാര്യങ്ങളെക്കാൾ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുക എന്ന് പറയുന്നത്, എപ്പോഴും ഞാൻ ആഗ്രഹിക്കുക എന്ന് പറയുന്നത്, എന്നും റെസ്പെക്ട് ചെയ്യപ്പെടുന്ന സിനിമകളുടെ ഭാഗമാവുക എന്നുള്ള. നരിവേട്ടയ്ക്ക് അങ്ങനെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് എനിക്ക് ഇതിന്റെ കഥ കേട്ടപ്പോ തന്നെ ഫീൽ ചെയ്തായിരുന്നു. നമുക്ക് ഭയങ്കരമായിട്ട് ഇമോഷണലി ടച്ച് ചെയ്യുന്ന, എനിക്ക് പേഴ്സണലി ഭയങ്കര അങ്ങനത്തെ സിനിമകൾ കാണാൻ ഇഷ്ടമാണ്. നമ്മളെ ചിന്തിപ്പിക്കുന്ന, നമ്മളെ ഹോണ്ട് ചെയ്യുന്ന അങ്ങനത്തെ സിനിമകൾ. അപ്പൊ ഈ സിനിമയുടെ കഥ കേട്ടപ്പോ തന്നെ ഞാൻ എനിക്ക് ഭയങ്കര ഹെവി ഹാർട്ടഡ് ആയിട്ടാണ് ഞാൻ കഥ കേട്ട് തീർക്കുന്നത്. അപ്പൊ ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട ടെക്നിക്കൽ സൈഡിൽ പ്രവർത്തിക്കുന്നവരെല്ലാം, ഡയറക്ടർ അനുരാജ് ആണെങ്കിലും, എഡിറ്റർ ഷമീർ ആണെങ്കിലും, എന്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തിട്ടുള്ള വിജയ് ആണെങ്കിലും, മ്യൂസിക് ചെയ്തിട്ടുള്ള ജയ്ക് സേട്ടൻ ആണെങ്കിലും, ആർട്ട് ചെയ്തിട്ടുള്ള ബാവൊക്കെ ആണെങ്കിലും, എല്ലാവരും നമുക്ക് വളരെ കാലങ്ങളായിട്ട് പരിചയമുള്ളതും അവർ ഇൻഡസ്ട്രിയിൽ അവരവരുടെ എന്താ പറയാ, അവരവരുടെ മേഖലകളിൽ ഏറ്റവും ടോപ്പ്, അവരുടെ ഗെയിമിൽ ടോപ്പ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു നല്ല ക്രൂവും നല്ലൊരു കഥയും അതിന്റെ ഒപ്പം എനിക്ക് പെർഫോം ചെയ്യാനായിട്ട് ഇനഫ് സ്പേസും നല്ല ക്യാരക്ടറാണ്. അതായത് ഒരു ക്യാരക്ടർ ആർക്ക് അവര് എനിക്ക് വേണ്ടി ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നതും ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ആ സിനിമ എന്റെ ഒരു വൺ മാൻ ഷോയോ ഒന്നുമല്ല, പക്ഷെ എന്റെ പെർസ്പെക്റ്റീവിലായിരിക്കും സിനിമ. എന്റെ ഒരു തുടക്കം മുതൽ എന്റെ ഒരു കമ്മിങ് ഓഫ് ഏജ് പോലത്തെ, ഒരാളുടെ ഒരു കമ്മിങ് ഓഫ് ഏജ് പോലത്തെ ഒരു പരിപാടിയാണ് ഈ സിനിമയിലുള്ളത്. അപ്പൊ ആസ് ആൻ ആക്ടർ, ആസ് ആൻ ഓഡിയൻ ഒക്കെ എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് അന്ന് കേട്ടപ്പോ തന്നെ തോന്നിയത്. പ്രൊഡക്ഷൻ ആണെങ്കിലും അവരാദ്യമായിട്ട് ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇന്ത്യൻ സിനിമ കമ്പനി, ടിപ്പു ഷാൻ ആൻഡ് ഷിയാസ് ഹസൻ, ഇവർ രണ്ടുപേരും ഇപ്പോഴും, അതായത് സിനിമയുടെ റിലീസിന്റെ സമയം വരും, അതായത് ആദ്യത്തെ സിനിമയായിട്ട് ഒരു പിഴവും വരുത്താതെ വളരെ നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് ഈ ഷൂട്ടിന്റെ പ്രോസസ്സിലൊന്നും എവിടെയും ഒരു സ്റ്റക്ക് ആവാതെ റിലീസിന്റെ സമയത്താണെങ്കിലും അതുപോലെ കല്ലുപോലെ കൂടെ വന്നിട്ടുള്ള ആൾക്കാരാണ്. അത് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി. സിനിമയുടെ എല്ലാവരും ഒരേ മനസ്സോടെ അങ്ങനെ നിന്ന്. ഈ സിനിമകളുടെ ഒരു ഫിൽമോഗ്രാഫി ടൊവിനോന്റെ നോക്കുകയാണെങ്കിൽ, ശക്തമായ ഒരു ഒപ്പീനിയൻ ഉള്ള സിനിമയാണെങ്കിൽ, ഒരു മെസ്സേജ് ഉള്ള സിനിമയാണെങ്കിൽ, യു ഹാവ് നെവർ ഹെൽഡ് ബാക്ക്. അതിൽ ഇനി ഒരു കോംപ്രമൈസ് ഇല്ലാതെ തന്നെ പറഞ്ഞിട്ട്, ഐ എം റെഫറൻസിങ് ടു താങ്കൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത സിനിമ കേട്ടോ, കള എന്നുള്ള സിനിമ വളരെ കൃത്യമായ ഒരു ആശയം പ്രേക്ഷകനോട് പറയുന്ന സിനിമയായിരുന്നു. അതിൽ ഒരു ഡൈല്യൂഷൻ ഒന്നുമില്ലാതെ സ്ട്രോങ് ആയി തന്നെ പറഞ്ഞു. നരിവേട്ട കാണുമ്പോഴും അതേപോലത്തെ ഒരു ഫീലാണ് കിട്ടുന്നത്. കൃത്യമായി പ്രേക്ഷകനോട് ഒരു കാര്യം പറയാനുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ജീവിക്കുന്നത് വളരെ പൊളിറ്റിക്കലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ്. പലരും പലരും പല കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ ആ സമയത്ത് ബീങ് എ പബ്ലിക് ഫിഗർ യൂഷ്വലി സോഫ്റ്റ് ടാർഗറ്റ്സ് ആയി മാറാൻ സാധ്യത കൂടുതലാണ്. എന്നാലും ഹൗ ഡു യു ഗെറ്റ് ഇൻസ്പയർഡ്? ശരി, എനിക്ക് ഈ കഥ പറയണം. വാട്ട് ഡ്രൈവ്സ് യു ടു ദാറ്റ്? ഇപ്പൊ ഞാനൊരു പ്രാസംഗികനാണെങ്കിൽ എന്റെ പ്രസംഗത്തിലൂടെ ആയിരിക്കും ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുക. ഞാൻ ഒരു എഴുത്തുകാരനാണെങ്കിൽ ഞാൻ എഴുതുന്ന കാര്യങ്ങളിലൂടെ ആയിരിക്കും അത് പറയാം. ഞാൻ സിനിമയിൽ അഭിനയിക്കുന്ന ആളായത് കാരണം കൊണ്ട് എന്റെ സിനിമകളിലൂടെ അങ്ങനത്തെ സിനിമകളുടെ ഭാഗമാവുക എന്നുള്ളതാണ് എനിക്ക് ഇവിടുത്തെ ചരിത്രത്തിനോടും ഇവിടുത്തെ സമൂഹത്തിനോടും ഒക്കെ ഉള്ള ഒരു നീതി പുലർത്താൻ കിട്ടുന്ന ഒരു അവസരമാണത്. ഇത് നരിവേട്ടയിലൊക്കെ പറയുന്ന ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് എന്നൊക്കെ പറയുന്നത്, ആ ആശയം അത് ഭയങ്കര ജെന്യുവൻ ആയിട്ടുള്ള ഒരു ആശയമാണ്. ഇവിടെ അഡ്രസ് ചെയ്യപ്പെടേണ്ട ആളുകൾ, സംസാരിക്കേണ്ട, മനസ്സിലാക്കേണ്ട, ചിന്തിക്കേണ്ട ഒരാശയമാണ് ഇത്. നമ്മള് സോഫ്റ്റ് ടാർഗറ്റ്സ് ആവാണ് എന്നൊക്കെ നമുക്ക് നല്ല കൃത്യമായിട്ട് അറിയാമെങ്കിൽ പോലും ഇങ്ങനെയുള്ള ചില കാര്യങ്ങളില് നമ്മള് നമ്മള് എന്താ പറയാ, ഒരു നീതിയും ന്യായമൊക്കെ നമ്മൾ പുലർത്തേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുന്നു. എല്ലാ സിനിമകളും ഈ എന്തെങ്കിലും ഒരു സോഷ്യൽ മെസ്സേജ് കൊടുക്കുന്ന സിനിമകളാകണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല. നമ്മൾ അങ്ങനെ ഒരു സോഷ്യൽ മെസ്സേജ് കൊടുക്കുന്ന സിനിമകളുടെ ഭാഗമാവുന്നുണ്ടെങ്കിൽ ആ സോഷ്യൽ മെസ്സേജ് സത്യസന്ധമായിട്ടുള്ളതായിരിക്കണം, അത് നീതിയുള്ളതായിരിക്കണം, തെറ്റായ ഒരു മെസ്സേജ് ആവരുത് എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഈ സിനിമയിലാണെങ്കിൽ പോലും നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ചരിത്രത്തിൽ സംഭവിച്ചിട്ടുണ്ടാവും. അത് മറ്റു പലർക്കും സംഭവിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്കതൊക്കെ വെറും കഥകൾ മാത്രമാണ്. ഇത് അനുഭവിച്ചിട്ടുള്ള ആൾക്കാരുടെ അവരുടെ പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ പോലും ഇവരിത് അനുഭവിക്കുന്നത് കണ്ട് മറ്റുള്ള ആൾക്കാരുടെ പോയിന്റ് ഓഫ് വ്യൂ ഇത് കാണുന്നതും പോലും നമ്മളുടെ ഉള്ളില് കുറച്ചും കൂടെ നമ്മൾ ശരിക്കും നല്ല ഹ്യൂമൻസ് ആണ് എല്ലാവരും. നമുക്കത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഓർമ്മിപ്പിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ.
അപ്പൊ ഇങ്ങനെയുള്ള നല്ല മനുഷ്യത്വമുള്ള ആർക്കും കണ്ടാൽ മനസ്സിലാക്കാവുന്ന, റിലേറ്റ് ചെയ്യാവുന്ന, എന്താ പറയാ, ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന പോലുള്ള സിനിമകളുടെ ഭാഗമാവുക എന്നുള്ളത് ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് എന്റെ ഒരു ധർമ്മം കൂടെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നരിവേട്ട ട്രെയിലർ കണ്ടപ്പോൾ അതിൽ ഒരുപാട് റോ ആക്ഷൻ സീക്വൻസസ് ഉള്ള പോലെ തോന്നി. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സീക്വൻസിൽ ഉദ്ദേശിച്ചതിനേക്കാൾ ഏറെ ചാലഞ്ചിങ് ആയിട്ട് അതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്റ്റ് ആവാം, അല്ലെങ്കിൽ ആ ഒരു ഫിസിക്കൽ എഫേർട്ട് ആവാം, ഇമോഷണൽ എഫേർട്ട് ആവാം, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഈ സിനിമ ചെയ്യുമ്പോൾ ത്രൂ ഔട്ട് ഇച്ചിരി ഹെവി ഹാർട്ടഡ് ആയിട്ടാണ് ഞാൻ ആ ഒരു സമയം, ആ കാലഘട്ടം ജീവിച്ചത്. അത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ പക്ഷെ എന്നാൽ ഷൂട്ട് അത്ര ഭയങ്കര ഹെക്ടിക് ആയിരുന്നില്ല. കുറച്ച് കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങും ഭയങ്കര എല്ലാവരും ഒരേപോലെ നല്ല ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര എഫിഷ്യന്റ് ആയിട്ടാണ് സിനിമയുടെ ഷൂട്ട് പോയത്. റൈറ്റ്. പക്ഷേ നമുക്കിതിന്റെ ഒരു കണ്ടന്റ് കാരണം കൊണ്ട് തന്നെ നമ്മളൊരു ഇച്ചിരി ഹെവി ഹാർട്ടഡ് ആയിട്ടാണ് എല്ലാവരും ഉണ്ടായിരുന്നത്. പക്ഷെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതിന്റെ സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. റൈറ്റ്. പക്ഷെ ആക്ഷൻ സീക്വൻസസ് എന്ന് പറയുമ്പോൾ ഈ സിനിമയിൽ അങ്ങനെ ഒരു നായകൻ കുറെ പേരെ ഇടിച്ചിടുന്നതോ അങ്ങനത്തെ ഒരു സിനിമയോ അല്ല. അങ്ങനത്തെ ആക്ഷൻ സീക്വൻസസ് ഈ സിനിമയിലില്ല. ഒന്ന് രണ്ട് ഇങ്ങനത്തെ സ്ട്രഗിൾ ഫൈറ്റ് സീക്വൻസസ് ഉണ്ടെങ്കിൽ പോലും അത് നായകൻ വില്ലൻ അങ്ങനെയുള്ള രീതിയിലല്ല. അത് സിനിമ കാണുമ്പോഴായിരിക്കും കുറച്ചും കൂടെ മനസ്സിലാവുക. ഇതിനകത്തൊരു ഒരു എപ്പിസോഡ് ഉണ്ട്, ഒരു 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 ലെസ് ദാൻ 10 minutes ഉള്ള ഒരു എപ്പിസോഡ് ഉണ്ട്, ഒരു പ്രീ ക്ലൈമാക്സ്. പ്രീ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യാനായിട്ട് അത് മെന്റലിയും ഭയങ്കര സ്ട്രെയിൻ ഉള്ളതായിരുന്നു. കാര്യം നമുക്ക് അത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അത് നിങ്ങൾക്ക് കാണുമ്പോഴായിരിക്കും അത് കുറച്ചും കൂടെ മനസ്സിലാവുക. ഫിസിക്കലിയും കുറച്ച് നമ്മളൊരു സിംഗിൾ ഷോട്ട്, അങ്ങനത്തെ സിംഗിൾ ഷോട്ടുകൾ, ലെങ്തി ഷോട്ടുകൾ നമ്മൾ ഇതിനകത്ത് ട്രൈ ചെയ്തിട്ടുള്ളത്. അത് കുറച്ച് എക്സോസ്റ്റിംഗ് ആയിരുന്നു. പക്ഷെ സ്റ്റിൽ അതിന്റെ ഔട്ട്പുട്ട് കാണുന്ന സമയത്ത് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനത്തെ ഒരു നല്ലൊരു പ്രീ ക്ലൈമാക്സ് ആണ് സിനിമയ്ക്കുള്ളത്. ക്ലൈമാക്സ് ഒരു സാറ്റിസ്ഫൈങ് ക്ലൈമാക്സും ഈ സിനിമയ്ക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത്. അപ്പോ ആ ഒരു എപ്പിസോഡ് ഷൂട്ട് ചെയ്യാനായിട്ട് ഈ സിംഗിൾ ഷോട്ട് ആയതുകൊണ്ട് തന്നെ എഡിറ്റ് വളരെ കുറവല്ലേ അതിനകത്ത് ഉണ്ടാവുള്ളൂ. എഡിറ്റ് ഉണ്ടാവില്ലല്ലോ. അത് കാരണം കൊണ്ട് എഡിറ്റ് ഷമീർ, ഞങ്ങള് കുറെ വർഷങ്ങളായിട്ടുള്ള സുഹൃത്തുക്കളാണ്. പക്ഷെ ഷമീർ ഒരു 10 days അവിടെ വന്ന് ഈ ഷൂട്ടിന്റെ സമയത്ത് ത്രൂ ഔട്ട് അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ ഒരുമിച്ച് ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മള്. പിന്നെ കൊറിയോഗ്രാഫർ, സ്റ്റണ്ട് കൊറിയോഗ്രാഫർ ആയിട്ടുണ്ടായിരുന്നത് ഫീനിക്സ് പ്രഭു, അദ്ദേഹമാണ് ARM ഫൈറ്റുകൾ പലതും ചെയ്തത്. കള ചെയ്തത് ഫീനിക്സ് പ്രഭു അദ്ദേഹമായിരുന്നു. ഐഡന്റിറ്റി ഒക്കെ ചെയ്തത്. അപ്പൊ പുള്ളി ഉണ്ടായിരുന്നു. സെറ്റ് വർക്കും ആ പെർട്ടിക്കുലർ സീക്വൻസിലെ സെറ്റ് വർക്ക്, ആർട്ടിന്റെ പ്രോപ്പർട്ടീസും ആർട്ട് വർക്കും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതിന് ഭാവയ്ക്ക് എല്ലാവരും ഈ പറഞ്ഞ പോലെ ഭയങ്കര ഫുൾ ഓൺ ആയിട്ട് നിന്നതിൻ്റെതായിട്ടുള്ള ഒരു ഗുണം ആ സീക്വൻസുകൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നീട് അത് തിയേറ്ററിൽ നിങ്ങൾ കാണുന്ന വേർഷൻ എന്ന് പറഞ്ഞാല് ജെയ്ക്സ് ബിജോയ് മ്യൂസിക് ചെയ്ത് പമ്പ് ചെയ്തിട്ടുള്ള സിനിമയാണ് നിങ്ങൾ കാണുന്നത്. അത് പുള്ളി ഗംഭീരമായിട്ട് അതും ഈ സിനിമയ്ക്ക് അങ്ങനെ എവറിത്തിങ് ഫാളിങ് ഇൻ ദ പ്ലേസ് എന്ന് പറയുന്ന പോലത്തെ ഒരു ചേരൻ സാറായിട്ട് കൊളാബറേറ്റ് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം എല്ലാവർക്കും അറിയാം, തമിഴിലെ സൂപ്പർ ഹിറ്റ് സംവിധായകനാണ്, ഐക്കോണിക് ഫിലിംസ് സംവിധാനം ചെയ്തിട്ടുള്ള സംവിധായകനാണ്, നല്ലൊരു നടൻ കൂടിയാണ്. എങ്ങനെയാണ് അദ്ദേഹത്തിനെ അപ്രോച്ച് ചെയ്തതും അദ്ദേഹം എങ്ങനെയാണ് ഈ പ്രോജക്റ്റിൽ ഓൺ ബോർഡ് വന്നത്? ഈ ക്യാരക്ടറിന് വേണ്ടിയിട്ട് നമ്മള് ചിന്തിച്ചു കഴിഞ്ഞ സമയത്ത് നമ്മളുടെ മനസ്സിൽ പല മുഖങ്ങളും വന്നെങ്കിലും എല്ലാവരും ഒരുപോലെ ഹാപ്പി ആയത് ചേരൻ സാർ എന്നുള്ള ഒരു ഓപ്ഷനിലാണ്. ആ ക്യാരക്ടർ കാണുമ്പോൾ എനിക്ക് അതിനെ പറ്റി ഒരുപാട് റിവീൽ ചെയ്യാൻ പറ്റില്ല. സ്റ്റിൽ നമുക്ക് വർക്കിംഗ് എക്സ്പീരിയൻസ് ഭയങ്കര അടിപൊളിയായിരുന്നു. പുള്ളി ത്രൂ ഔട്ട് ദ സമയം നമ്മളായിട്ട് അത്രയും സഹകരിച്ച് നമ്മളുടെ കൂടെ നിന്ന് അങ്ങനെ ഷൂട്ട് ചെയ്ത ഒരു ക്യാരക്ടറാണ് പുള്ളിയുടെ. പുള്ളിയാണെങ്കിൽ ഈ ഫിലിം മേക്കറും കൂടെ ആയത് കാരണം കൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് നമ്മളുമായിട്ട് ജെല്ലായി. നമ്മൾ മോണിറ്ററിന്റെ ബാക്കിൽ പുള്ളി ഉണ്ടാവും ഈ അനുരാജിന്റെ കൂടെ തന്നെ പലപ്പോഴും. അപ്പൊ എന്തെങ്കിലും കുറെ ജൂനിയർ ആർട്ടിസ്റ്റുകളും ഒക്കെ ഉള്ള ഒരു ഷോട്ടൊക്കെ വരുന്ന സമയത്ത് പുള്ളി മറ്റേ ക്യാമറ നോക്കുന്നുണ്ടോ ഒന്ന് ശ്രദ്ധിക്കൂ എന്നൊക്കെ പറയണ അങ്ങനത്തെ ഒരു 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 ഭയങ്കര പോസിറ്റീവ് എനർജി ആയിരുന്നു പുള്ളി ലൊക്കേഷനിൽ. പിന്നെ പുള്ളിയും സിനിമയെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ആളാണ്. നമുക്ക് പുള്ളിയുടെ സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ എത്രയോ പുള്ളിയുടെ സിനിമകളോട് കണ്ടിരിക്കുന്നു, ഓട്ടോഗ്രാഫും പൊക്കിഷോവും അങ്ങനെ എത്രയോ സിനിമകള്. അപ്പൊ അങ്ങനെ ഉള്ള പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതും ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. താങ്കളുടെ ഇതിനു മുമ്പ് പ്രേക്ഷക പ്രീതി നേടിയ പോലീസ് വേഷങ്ങളുണ്ട്. ഇപ്പൊ ലാസ്റ്റ് ഇയർ വളരെ ചർച്ച ചെയ്യപ്പെട്ട നല്ലൊരു ഹിറ്റ് സിനിമയായിരുന്നു അന്വേഷിപ്പിൻ കണ്ടെത്തും. അതിൽ പോലീസായിരുന്നു. അതിന് മുമ്പ് ഒരു മാസ് പോലീസ് അവതാരം ഉണ്ടായിരുന്നു കൽക്കി എന്നുള്ള സിനിമയിൽ. പിന്നെ യൂണിഫോംഡ് പോലീസ് അല്ലെങ്കിലും ഫോറൻസിക് വാസ് മോർ ടുവേർഡ്സ് ദ ഇൻവെസ്റ്റിഗേറ്റീവ് സൈഡ്, ഡിപ്പാർട്ട്മെന്റൽ പ്രൊസീജിയറിലെ. അപ്പോൾ ഇത് ഒരു നെക്സ്റ്റ് അറ്റംപ്റ്റ് ആണ്. അപ്പോൾ ഓരോ തവണയും അങ്ങനെ ഒരു യൂണിഫോംഡ് ഓഫീസറായി വരുമ്പോൾ ഹൗ ഡു യു മേക്ക് ഷുവർ പഴയ ക്യാരക്ടർ വരാതെ ഇതിൽ പുതിയതായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത്, എന്താണ് ആ ഒരു പ്രിപ്പറേഷൻ
എടുക്കാറ്? പ്രിപ്പറേഷന്റെ പകുതി എന്ന് വെച്ചാൽ ഈ ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്ത റൈറ്ററും ഡയറക്ടറും കൂടെ നമ്മുടെ അടുത്ത് നിന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ നമ്മൾക്ക് ഒരു ഈ ക്യാരക്ടറിനെ പറ്റിയിട്ട് അയാളുടെ ജീവിത സാഹചര്യങ്ങളും അയാൾ വളർന്നു വന്ന ചുറ്റുപാടും എല്ലാം വെച്ചിട്ട് അയാൾക്ക് നമ്മളൊരു മാൻഡ്രസവും അയാളുടെ ഒരു ബോഡി ലാംഗ്വേജും അയാളുടെ നടത്തവും ഇരിപ്പും ഒക്കെ നമ്മൾ വെറുതെ ടെസ്റ്റ് ചെയ്ത് നമ്മൾ ഫൈനലൈസ് ചെയ്യുമല്ലോ. ഉഹും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എത്രയോ പോലീസുകാരെ കണ്ടിരിക്കുന്നു. എല്ലാവർക്കും വേറെ വേറെ മുഖമല്ലേ. യൂണിഫോമിന്റെ കളർ മാത്രമല്ലേ സെയിം ഉള്ളൂ. അവർ സംസാരിക്കുന്ന പല രീതിയിലാവാം, നടക്കുന്ന പല രീതിയിലാവാം. അതുപോലെ അവര് എന്താ പറയാ, അവരുടെ ഒക്കെ രൂപവും അല്ലെങ്കിൽ എല്ലാം വേറെ രീതിയിലാവാം. ജസ്റ്റ് യൂണിഫോമിന്റെ കളർ മാത്രമേ സിമിലർ ആയിട്ടുണ്ടാവുള്ളൂ. റൈറ്റ്. ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ഇവിടെ. ഒരേ യൂണിഫോമിലുള്ള ക്യാരക്ടർ ചെയ്യുമ്പോൾ തന്നെ ഒരു 10 പോലീസുകാരെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 10 പേർക്കും 10 സ്വഭാവമേ എനിക്ക് ഉണ്ടാവുന്നത്. റൈറ്റ്. അതെ, ആ ഒരു ചിന്തയിൽ നിന്നാണ് നമ്മൾ ഈ ക്യാരക്ടേഴ്സിനൊക്കെ ഡിസൈൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ കൽക്കിയിലെ പോലീസുകാരന്റെ സാഹചര്യമോ കഥാസന്ദർഭങ്ങളോ അല്ല അന്വേഷിപ്പില്ല. റൈറ്റ്. അതിൽ നിന്നും എൻറ്റയർലി ഡിഫറെന്റ് ആണ് ഈ പടത്തിനകത്ത്. പിന്നെ പറയുകയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ട് പോലീസ് സ്റ്റേഷൻ ചെയ്യണ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് നമ്മുടെ എസ്ര എന്നുള്ള സിനിമയില് ACP ഷഫീർ അഹമ്മദ് എന്നുള്ള ക്യാരക്ടറായിരുന്നു. റൈറ്റ്. അപ്പൊ ACP ആയിട്ട് തുടങ്ങി, പിന്നെ കൽക്കിയിൽ SI ആയിരുന്നു, പിന്നെ ഈ അന്വേഷിപ്പിൻ കണ്ടെത്തുള്ള SI ആയിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പത് കോൺസ്റ്റബിൾ ആയി. അപ്പൊ ഈ പോസ്റ്റുകളുടെ ഡിഫറൻസും ഈ പല പോസ്റ്റുകളിൽ നിൽക്കുന്ന സമയത്ത് അവർക്കുള്ള പവറിന്റെ ഡിഫറൻസും ഇതെല്ലാം ഇതില് റിഫ്ലക്ട് ചെയ്യും. ക്യാരക്ടറിന്റെ നടത്തത്തിലും നോട്ടത്തിലും ഒക്കെ റിഫ്ലക്ട് ചെയ്യും. അപ്പൊ അങ്ങനെയാണ് നമുക്ക് പിന്നെ ഒരു പോലീസ് വേഷം എന്ന് പറയുന്ന സമയത്ത് പിന്നെ അത് ഞാൻ തന്നെ പ്ലേ ചെയ്യുന്നു. ഒരേ ആക്ടർ പോലീസ് വേഷം ചെയ്യുന്നു എന്ന് പറയുന്ന സമയത്ത് അതിനകത്ത് ആളുകൾക്ക് ഡിഫോൾട്ട് ഒരു സിമിലാരിറ്റി തോന്നുമല്ലോ, എന്റെ മുഖവും പോലീസ് വേഷവും കാണുന്ന സമയത്ത്. അപ്പൊ അതിനെ നമ്മള് പരമാവധി ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് പല തരത്തിൽ ചെയ്യാനായിട്ട് നമ്മള് ക്യാരക്ടറിന്റെ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്ത് ഡിസൈൻ ചെയ്യും. അതിന് ഭയങ്കരമായിട്ട് ഇൻപുട്സ് ഞാൻ എടുക്കുന്നത് ഡയറക്ടർ, റൈറ്റർ, ടെക്നീഷ്യൻസ് എല്ലാവരിൽ നിന്നും, പിന്നെ ചുറ്റുമുള്ള കോ ആക്ടേഴ്സ്, ഇവരിൽ നിന്നൊക്കെ നമ്മള് ഇൻസ്പിറേഷൻസും ഇവരിൽ നിന്നൊക്കെ ഇൻപുട്സ് നമ്മൾ കുറെ എടുക്കും. ഇതിനകത്താണെങ്കിൽ കുറെ കലക്കൻ കോ ആക്ടേഴ്സും ഉണ്ടായിരുന്നു. ഇപ്പൊ ഇതിനകത്ത് പ്രിയം രാധാകൃഷ്ണൻ ഓൾറെഡി ഫസ്റ്റ് പടത്തിന് തന്നെ സ്റ്റേറ്റ് അവാർഡ് മേടിച്ച ആക്ട്രസ് ആണ്. പ്രിയമതയാണ് ഈ പടത്തിനകത്ത് ലീഡ് റോളില് എത്തുന്നത്. അതേപോലെ തന്നെ ആര്യ സലീം, ഞങ്ങൾ മിന്നൽ മുരളിയിൽ ഒരുമിച്ച് അഭിനയിച്ചാണ്. അതിനകത്ത് ജെയ്സന്റെ ചേച്ചിയായിട്ട്, എന്റെ ചേച്ചിയായിട്ട് അഭിനയിച്ചാണ്. ഇതിനകത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ആര്യ ചെയ്യുന്നത്. പിന്നെ പ്രണവ് ആണ് ഇതിനകത്ത് താമി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ചെയ്യണത്. പ്രണവും നിങ്ങൾ ലോകേഷ് കനകരാജ് സിനിമകളിൽ കണ്ടിട്ടുണ്ടാവും പ്രണവിന്. പക്ഷെ പ്രണവ് മലയാളത്തിൽ പ്രണവ് എന്താ പറയാ വരവറിയിക്കുന്ന ഒരു സിനിമയായിരിക്കും ഇതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ സ്വരാജേട്ടനായിട്ട് എപ്പോഴും വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര വർക്ക് ചെയ്യാനായിട്ട് ഇഷ്ടമുള്ള ഒരു ആക്ടറാണ് അദ്ദേഹം. എന്നോട് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൂടെ പെർഫോമൻസ് നന്നാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ സ്വരാജേട്ടനായിട്ടും കുറച്ച് ദിവസം ഒരുമിച്ച് സീക്വൻസസ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറെ നല്ല നല്ല ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിലുണ്ടായിരുന്നു. സൗണ്ട്സ് ലൈക്ക് എ ഫാന്റാസ്റ്റിക് ടീം വർക്ക്. അപ്പോൾ എല്ലാ ഭാവുകങ്ങളും നേരുന്നു. തിയേറ്ററിൽ ഗംഭീര ഒരു വിജയമാവട്ടെ നരിവേട്ട ടീമിൻ്റെ എല്ലാ ഭാവുകങ്ങളും. ആൻഡ് ലാസ്റ്റ് ഒരു റിക്വസ്റ്റ് ഉണ്ട് ഞങ്ങൾക്ക്. സോ അറിയാലോ, വി ആർ കോളിംഗ് ഫ്രം മധുരഗീതം. മധുരഗീതം ഇസ് ദ ഫസ്റ്റ് FM മലയാളം FM ഇൻ കാനഡ. 20 വർഷത്തെ സേവനം ഞങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്നെങ്കിലും നിരവധി പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഇൻ്റർവ്യൂസ് നൽകാറുണ്ട്. എന്നെങ്കിലും കാനഡയിൽ വരികയാണെങ്കിൽ ഞങ്ങളുടെ ഒരു സദസ്സിൽ പങ്കെടുക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ലോട്ട്സ് ഓഫ് ഫാൻസ് വെയിറ്റിംഗ് ടു ഹിയർ ഫ്രം യു ആൻഡ് സീ യു ഇഫ് പോസിബിൾ. സോ അങ്ങനെ ഒരു കനേഡിയൻ യാത്ര എത്രയും പെട്ടെന്ന് തരപ്പെട്ട് വരട്ടെ, ഞങ്ങൾക്ക് നേരിട്ട് കാണാൻ സാധിക്കട്ടെ. തീർച്ചയായിട്ടും വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാനഡയിലുള്ള എല്ലാ പ്രിയപ്പെട്ട മലയാളി പ്രേക്ഷകർക്കും, മലയാളികളല്ലാത്ത അവരാണെങ്കിലും കുഴപ്പമില്ല, മലയാളം സിനിമയുടെ എല്ലാ പ്രേക്ഷകർക്കും എന്റെ സ്നേഹവും നന്ദിയും ഞാൻ അറിയിക്കുന്നു. എപ്പോഴെങ്കിലും ഒക്കെ നേരിട്ട് കാണാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കുന്നു. കാനഡ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാം. Thank you, Tovino, and once again wishing Team Nariveta a great grand success.